ഒരിക്കൽ ജീവസന്ദേശത്തിൻ്റെ ഒരു ശ്രോതാവ് എന്നെ കാണുവാൻ വന്നു. എല്ലാ ദിവസവും പഠനം ശ്രദ്ധിച്ചിരുന്നതിനാൽ വളരെ താല്പര്യപൂർവ്വം ഞങ്ങൾ സംസാരിച്ചു. പോകാൻ നേരത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ, എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതിൽ ഒരു വൈരുദ്ധ്യം എനിക്ക് അനുഭവപ്പെട്ടു. ആ പിതാവ് പറഞ്ഞു, എൻ്റെ മകന് ബൈബിൾ മുഴുവൻ അറിയാം, ബൈബിൾ അരച്ച് കലക്കി കുടിച്ചവനാണ് അവൻ. പക്ഷെ സാറേ, അവൻ്റെ മദ്യപാനം ഒരു വലിയ പ്രശ്നമാണ്. ഈ ബൈബിൾ അരച്ച് കലക്കി കുടിച്ചവന് എന്തിനാണ് പിന്നെ മദ്യം എന്നെനിക്ക് മനസ്സിലായില്ല. അനേകർക്കും ബൈബിൾ ഒന്നുകിൽ ഒരു മതഗ്രന്ഥമാണ്, അല്ലെങ്കിൽ ഒരു ചരിത്ര പുസ്തകമാണ്. പിന്നെ കുറേ പേർക്ക് ബൈബിൾ ഒരു സാഹിത്യ രചനയാണ്. ബൈബിൾ രചിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം പലർക്കും വ്യക്തമല്ലാത്തതിനാൽ അതിൽ നിന്നും ലഭിക്കേണ്ട പ്രയോജനം ലഭിക്കാതെ പോകും. ഏതൊരു വിഷയത്തിനാണ് പരിശുദ്ധാത്മാവ് ബൈബിളിൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് എന്നതിൽ നിന്നും ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, ബൈബിളിലെ ആദ്യത്തെ 299 വാക്യങ്ങൾ, അതായത് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ 11 അധ്യായങ്ങൾ 2000-ലേറെ വർഷത്തെ സംഭവങ്ങൾ പ്രതിപാദിക്കുമ്പോൾ ബാക്കിയുള്ള ഭാഗം, അതായത് 30,833 വാക്യങ്ങൾ ഏകദേശം 2000 വർഷത്തെ സംഭവ വികാസങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. മനസ്സിലായോ? ആദ്യത്തെ 11 അധ്യായങ്ങളിൽ അഖിലാണ്ടത്തിൻ്റെ കാര്യങ്ങളും അതിൽ സകലത്തെയും ദൈവം സൃഷ്ടിച്ചതിനെക്കുറിച്ചും വിവരിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ ഭാഗത്ത് മനുഷ്യരെക്കുറിച്ചും രാഷ്ട്രങ്ങളെക്കുറിച്ചും ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെക്കുറിച്ചും വിവരിക്കുന്നു. താൻ സൃഷ്ടിച്ച അഖിലാണ്ടത്തെക്കാൾ ദൈവത്തിനേറെ താല്പര്യം അബ്രഹാം എന്ന ഒരു വ്യക്തിയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം മൂല്യത്തെക്കാൾ ദൈവത്തിന് പ്രധാനപ്പെട്ടത് താങ്കൾ എന്ന ഒരു വ്യക്തിയാകുന്നു. അതറിയാമോ? അതിനാൽ മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം ഒരുക്കിയ മാർഗമാകുന്നു ബൈബിളിൻ്റെ കാതലായ വിഷയം. സുവിശേഷങ്ങളിൽ മൊത്തം 89 അധ്യായങ്ങളാണുള്ളത്. 4 സുവിശേഷങ്ങളിൽ. ക്രിസ്തുവിൻ്റെ ആദ്യത്തെ 30 വർഷത്തെക്കുറിച്ച് പറയുവാൻ വെറും 4 അധ്യായങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 85 അധ്യായങ്ങളിൽ ക്രിസ്തുവിൻ്റെ ഒടുവിലത്തെ 3 വർഷങ്ങളിലെ സംഭവങ്ങൾ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ 27 അധ്യായങ്ങളിൽ ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ അവസാനത്തെ 8 ദിവസങ്ങളാണ് വിവരിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? എവിടെയാണ് പരിശുദ്ധാത്മാവ് ഊന്നൽ നൽകിയിരിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ വിഷയം. അതെ, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ അവസാനത്തെ 8 ദിവസങ്ങളിൽ. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവൻ്റെ പങ്കപ്പാടുകൾ, അവൻ്റെ മരണം, അവൻ്റെ അടക്കം, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നിവ. അതെ, അതാണ് ബൈബിൾ എഴുതപ്പെട്ടതിൻ്റെ ഉദ്ദേശം. നമ്മുടെ പാപങ്ങൾക്കായി ക്രിസ്തു മരിച്ചു എന്നും നമ്മുടെ നീതീകരണത്തിനായി അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുമുള്ളതാണ് സുവിശേഷങ്ങളിൽ പ്രധാനപ്പെട്ടതായുള്ളത്. ബൈബിൾ എഴുതപ്പെട്ടതിൻ്റെ ലക്ഷ്യം അറിയാതെ ബൈബിൾ വായിക്കുകയോ പഠിക്കുകയോ ചെയ്യരുത്. ഇന്നു മുതൽ നാം യോഹന്നാൻ എഴുതിയ സുവിശേഷമാകുന്നു പഠിക്കുവാൻ പോകുന്നത്. പലർക്കും വളരെ സന്തോഷമായല്ലേ? വളരെ അർത്ഥവത്തായ ഒരു പുസ്തകം. അത് എഴുതിയതിൻ്റെ ഉദ്ദേശമായി യോഹന്നാൻ തന്നെ പറയുന്നത് ഞാനൊന്ന് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങൾ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. മനുഷ്യർ ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും നിത്യജീവൻ പ്രാപിക്കുവാനുമാകുന്നു ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. ഇന്നു മുതൽ നാം ഈ സുവിശേഷം പഠിക്കുമ്പോൾ അത് നമ്മെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ സഹായിക്കണം. ഇതുവരെ അത്തരത്തിലുള്ള വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ലാത്തവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്കിടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നാം സമൃദ്ധിയായ ജീവൻ്റെ ഉടമകളാകുവാൻ ദൈവം സഹായിക്കും. ഇന്ന് മുഖവുരയായി ചില കാര്യങ്ങൾ ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടാട്ടെ.
മനസ്സിലാക്കുവാൻ വളരെ പ്രയാസം കുറഞ്ഞ ഒരു പുസ്തകമാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്നത്രേ സാധാരണയായി നാമൊക്കെ ചിന്തിക്കാറുള്ളത്. അങ്ങനെയാണല്ലോ പറഞ്ഞു കേൾക്കാറുള്ളത്. ഇതിലെ ഭാഷയുടെ ലാളിത്യം പലരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് പരമാർത്ഥം. ഞാൻ ഈ പറഞ്ഞ സത്യം ചില ഉദാഹരണങ്ങളിലൂടെ തെളിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ വാക്കുകൾ എത്ര ലളിതമാണെന്നൊന്ന് ശ്രദ്ധിച്ചേ. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഭാഷ മനസ്സിലാക്കുന്നതിന് യാതൊരു വൈഷമ്യവും ഉള്ള ഒരു കാര്യമായി ഇവിടെ തോന്നില്ല. എങ്കിലും ഏറ്റവും അഗാധമായ, നിഗൂഢമായ ഒരു സുവിശേഷമാണ് നാം ഇവിടെ ഇന്നു മുതൽ കൈകാര്യം ചെയ്യുന്നത്. ഉദാഹരണമായി യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കാം. 14:20, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. ഏതൊരു സാധാരണക്കാരനും അർത്ഥം മനസ്സിലാക്കാവുന്ന വാക്കുകൾ മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഏറ്റവും ഉന്നതനായ വേദശാസ്ത്ര പണ്ഡിതനോ ചിന്തകനോ പോലും ഈ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥത്തിൻ്റെ ആഴം അളക്കുവാൻ, കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും, നിങ്ങൾ എന്നിൽ എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം രക്ഷയാണെന്നും ഞാൻ നിങ്ങളിൽ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം വിശുദ്ധീകരണമാണെന്നും നമുക്കറിയാം. എന്നാൽ അതിനപ്പുറമായി നാം ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. വാക്കുകളുടെ അർത്ഥം അറിയാവുന്നതുകൊണ്ട് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന സത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ നാം ചിന്തിക്കാറുണ്ട്. വാക്കുകൾ ലളിതമാണ്, എന്നാൽ അർത്ഥം ആഴമേറിയതാണ്, അഗാധമാണ്. അതത്ര ഈ സുവിശേഷത്തിൻ്റെ സവിശേഷതയും. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ യോഹന്നാനാണ് ഈ സുവിശേഷം എഴുതിയത്. യോഹന്നാൻ എന്തിനാണ് തൻ്റെ സുവിശേഷം എഴുതിയത്? ഏറ്റവും ഒടുവിൽ എഴുതപ്പെട്ട സുവിശേഷം ആകുന്നു യോഹന്നാൻ്റെ സുവിശേഷം. ഏകദേശം AD 100 അടുത്താണ് ഇത് എഴുതപ്പെട്ടത്. മറ്റ് അപ്പോസ്തലന്മാരെല്ലാം മരിച്ചു. പുതിയ നിയമത്തിൻ്റെ മറ്റെഴുത്തുകാരെല്ലാവരും മരിച്ചു കഴിഞ്ഞു. യോഹന്നാൻ മാത്രമാണ് അവശേഷിക്കുന്നത്. അക്കാലത്ത് സഭയിൽ കടന്നുകൂടിയ ദുരുപദേശമാകുന്ന ജ്ഞാനവാദത്തെ ചെറുക്കുവാനാണ് ഇതെഴുതിയത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. യേശു ദൈവമായിരുന്നു, എന്നാൽ മനുഷ്യനല്ല എന്ന് ജ്ഞാനവാദക്കാർ വിശ്വസിച്ചിരുന്നു. അപ്പോസ്തലന്മാർ യേശുവിനെ കണ്ടു എന്ന് പറയുന്നുവെങ്കിലും അവർ അപ്രകാരം ചിന്തിക്കുക മാത്രമാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അവനെ കണ്ടില്ല എന്നവർ വിശ്വസിച്ചിരുന്നു. അതേസമയം മറ്റു ചിലർ വിശ്വസിച്ചിരുന്നത് മറ്റുള്ളവർ എഴുതിയതിനോട് ചേർക്കുവാനായി അവർ വിട്ടുപോയ കാര്യങ്ങൾ യോഹന്നാൻ എഴുതുക മാത്രമാണ് ചെയ്തത് എന്നത്രേ. ഈ ചിന്താഗതികളൊന്നും തന്നെ മതിയായ വിശദീകരണം നമുക്ക് നൽകുന്നില്ല. എന്നാൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷവും മർക്കോസ് എഴുതിയ സുവിശേഷവും ലൂക്കോസ് എഴുതിയ സുവിശേഷങ്ങളും അക്കാലത്ത് സഭയിൽ പ്രചാരത്തിലിരുന്നു. അതിൽ കൂടുതലായി ആത്മീയവും ആഴവുമായ സത്യങ്ങൾ ഉൾക്കൊള്ളുന്നതും അവരുടെ വളർച്ചയ്ക്ക് നിദാനവുമായ കാര്യങ്ങൾ എഴുതി കൊടുക്കണമെന്ന സഭയുടെ ആ അഭ്യർത്ഥന മൂലമാണ് യോഹന്നാൻ ഈ സുവിശേഷം എഴുതിയത്. മനസ്സിലായല്ലോ? ആദിമസഭയിലെ വിശുദ്ധനായിരുന്ന ഓഗസ്റ്റിൻ പറഞ്ഞത് അതുതന്നെയാണ്. 4 സുവിശേഷങ്ങളിൽ ആത്മീയമായി നമ്മെ ഏറ്റവും അധികം ഉയർത്തുവാൻ കഴിയുന്നത് അത്രേ യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്നത്രേ. അതത്രേ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഉദ്ദേശവും അവൻ എഴുതിയതിൻ്റെ കാരണവും. അതുകൊണ്ട് തന്നെ നാം യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവൻ നമ്മെ ബേത്ലഹേമിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് കാണാവുന്നതാണ്. താങ്കളും ഞാനും വിശ്വാസികളായി വളരണമെന്ന് യോഹന്നാൻ ആഗ്രഹിക്കുന്നതിനാൽ അവൻ നമ്മെ ബേത്ലഹേമിലേക്ക് നയിക്കുന്നില്ല. ശൂന്യാകാശത്തിൻ്റെ വിശാല ശൂന്യതയിലൂടെ യോഹന്നാൻ നിത്യതയുടെ നിശബ്ദമായ ഇടനാഴിയിലേക്ക്, വാസ്തവത്തിൽ ഒരു ആരംഭമല്ലാത്ത ആദിയിലേക്ക് നമ്മെ നയിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. ചിലർ പറയാറുണ്ട് ഈ ഭൂമി 3 കോടി വർഷം മുൻപാണ് ഉണ്ടായതെന്ന്. ഈ അടുത്ത കാലത്ത് പറയുന്നത് 500 കോടി വർഷം മുൻപ് ആകുന്നു ഈ ഭൂമി ഉണ്ടായതെന്ന്.
ഇതൊക്കെ വെറും ഊഹാപോഹം മാത്രമല്ലേ? ഈ പറഞ്ഞതിനേക്കാളൊക്കെ വളരെ 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 മുൻപ് ഭൂമി ഉണ്ടായിരുന്നു എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. കഴിഞ്ഞകാല നിത്യതയിൽ ദൈവം എന്തു ചെയ്യുകയായിരുന്നു എന്നാണ് താങ്കൾ കരുതുന്നത്? അതെ, അവൻ്റെ പ്രവൃത്തി ആർക്ക് ഗ്രഹിക്കാം? ആദിയിൽ എന്ന് നാം വായിക്കുമ്പോൾ താങ്കൾക്ക് ചിന്തിക്കാവുന്നിടത്തോളം നിത്യതയിലേക്ക് തിരിഞ്ഞ്, കഴിഞ്ഞകാല നിത്യതയിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കുക. യേശുക്രിസ്തു ആ നിത്യതയിൽ നിന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുവാൻ കടന്നു വരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. തുടർന്ന് 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ലൂക്കോസ് ഗ്രീക്ക് തത്വജ്ഞാനികളെ ഉദ്ദേശിച്ചാണ് തൻ്റെ സുവിശേഷം എഴുതിയത്. അവർക്ക് യോഹന്നാൻ്റെ ഭാഷ മനസ്സിലാകുമായിരുന്നില്ല. എന്നാൽ യോഹന്നാൻ അപ്രകാരമുള്ളവർക്ക് വേണ്ടിയല്ല എഴുതിയത്. അവൻ വീണ്ടും പറയുന്നത് ശ്രദ്ധിക്കുക, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. 18-ാം വാക്യമാണ് ഞാൻ വായിച്ചത്, 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനെ മനുഷ്യന് കാണത്തക്കവണ്ണവും അറിയത്തക്കവണ്ണവും പരസ്യമായി കൊണ്ടുവന്ന് കാണിച്ചിരിക്കുന്നു. ആരംഭമില്ലാത്ത മനുഷ്യൻ നിത്യതയിൽ നിന്ന് വന്ന പുത്രനാണ്. വൈദ്യനായിരുന്ന ലൂക്കോസ് യേശുവിനെ ഒരു സൂക്ഷ്മദർശിനിയിൽ കൂടിയാണ് പരിശോധിച്ചത്. യോഹന്നാൻ്റെ രീതി വ്യത്യസ്തമായിരുന്നെങ്കിലും ലൂക്കോസിൻ്റെ തീരുമാനത്തിലാണ് യോഹന്നാനും എത്തിച്ചേർന്നത്. യോഹന്നാൻ ശാസ്ത്രീയമായ സമീപനമല്ല നടത്തിയത്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിലും അവനിലുള്ള വിശ്വാസത്തിലും വളരുന്ന ഒരു വിശ്വാസിക്ക് യേശുവിൻ്റെ കന്യകയിൽ നിന്നുള്ള ജനനത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതായ ആവശ്യമില്ല. കാരണം അത് അവൻ വിശ്വസിക്കുന്നുണ്ട്. ആയതിനാൽ ഒരു ദൈവപൈതൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം പഠിക്കുമ്പോൾ അവന് സന്തോഷവും പറഞ്ഞറിയിപ്പാൻ കഴിയാത്ത ആ ആനന്ദവും അനുഭവിക്കുന്നു. വിശ്വാസികളുടെ വളർച്ചയെ ഉദ്ദേശിച്ചാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതിയത്. മറ്റ് ഏതൊരു സുവിശേഷത്തിലേക്കാൾ അധികമായി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റു 3 പേരും കൂടി പറഞ്ഞിട്ടുള്ളതിനേക്കാൾ കൂടുതൽ. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു, എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. മറിച്ച് നാം അവനെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവായിട്ടാണ് അറിയുന്നത്. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതകളെക്കുറിച്ച് യോഹന്നാൻ എഴുതുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അവൻ അപ്രകാരമുള്ള 7 പ്രത്യക്ഷതകളെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു. ഒന്നാമത്തേത്, തോട്ടത്തിൽ വെച്ച് ഏറ്റവും നാടകീയമാം വിധം മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതാണ്. തോമസ് ഇല്ലാതിരുന്നപ്പോൾ മാളിക മുറിയിൽ കൂടിയിരുന്നവർക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നതാണ് രണ്ടാമത്തേത്. തോമസും കൂടെ ഉണ്ടായിരുന്നപ്പോൾ മാളിക മുറിയിൽ കൂടിയിരുന്നവർക്ക് പ്രത്യക്ഷപ്പെട്ടതാണ് മൂന്നാമത്തേത്. ഈ 3 പ്രത്യക്ഷതകളെക്കുറിച്ച് 20-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് 21-ാം അധ്യായത്തിൽ അവൻ വീണ്ടും ഗലീലക്കടലിൻ്റെ സമീപെ പ്രത്യക്ഷനാവുന്നതായി കാണുന്നു. ശിഷ്യന്മാരിൽ പലരും മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അവരെ കരയ്ക്ക് നിന്ന് വിളിച്ച്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. അതായത്, നിങ്ങൾ എത്ര മീനെ പിടിച്ചു എന്നതായിരുന്നു യേശുവിൻ്റെ ചോദ്യം. ഒരിക്കൽ അവൻ എന്നോടും നിങ്ങളോടും ആ ചോദ്യം ചോദിക്കുവാൻ പോകുന്ന സുഹൃത്തെ, താങ്കൾ ഈ അടുത്ത കാലത്ത് മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടിരിക്കുകയാകുന്നുവോ? അവൻ പറയുന്നതിനനുസരിച്ചാകുന്നുവോ താങ്കൾ മീൻ പിടിക്കുവാൻ പോകുന്നത്? അങ്ങനെയെങ്കിൽ മാത്രമേ താങ്കൾക്കതിന് കഴിയുകയുള്ളൂ. അവൻ്റെ നിർദ്ദേശമനുസരിച്ച് താങ്കൾ മീൻപിടുത്തത്തിൽ ഏർപ്പെടേണ്ടതാണ്. അനന്തരം അവൻ അവർക്ക് പ്രാതൽ ഉണ്ടാക്കുന്നതായി നാം കാണുന്നു. അതെ, ഇപ്പോഴും രാവിലെ താങ്കളെ ആത്മീയ ആഹാരം കൊണ്ട് നിറയ്ക്കുവാനും പോഷിപ്പിക്കുവാനും അവൻ ആഗ്രഹിക്കുന്നു. രാവിലെ മാത്രമല്ല, പകൽ സമയത്തും സന്ധ്യയ്ക്കും. തുടർന്ന് അവൻ ശിമോൻ പത്രോസിനോട്, ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. യേശുവിനെ സ്നേഹിക്കുവാൻ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ടതായ യോഗ്യത എന്താണ്? യേശു ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നത്രേ. അതാണ് അവൻ്റെ വ്യവസ്ഥ. പത്രോസിനോട് അവൻ ഒരു രക്തസാക്ഷിയായി തീരേണ്ടതാണ് എന്ന് പറഞ്ഞു. എന്നാൽ യോഹന്നാനാകട്ടെ ഈ സുവിശേഷവും വെളിപ്പാട് പുസ്തകവും എഴുതുവാനായി ദീർഘനാൾ ജീവിച്ചിരുന്നു.
യേശുക്രിസ്തുവിൻ്റെ 7 പ്രത്യക്ഷതകളെക്കുറിച്ച് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവയെല്ലാം വിശ്വാസികളെ ഉദ്ദേശിച്ചാണ്. അവ ഇന്നും നമുക്ക് പ്രയോജനപ്പെടുന്നു. യേശുവിൻ്റെ ജനന സമയത്ത് ജാതീയ ലോകത്തിനൊരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. യഹൂദിയിൽ, അതെ, അവിടെ നിന്ന് ലോക ഭരണാധിപതി എഴുന്നേൽക്കും എന്നുള്ളതായിരുന്നു പൗരസ്ത്യ ദേശം മുഴുവനും അറിഞ്ഞിരുന്നതായ ഒരു വലിയ സത്യം. യേശുവിൻ്റെ ജനന സമയത്ത് കിഴക്ക് നിന്നാണ് വിദ്വാൻമാർ യെരുശലേമിലേക്ക് വന്നത്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്നവർ ചോദിച്ചു. ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർക്ക് രക്ഷ ആവശ്യമായിരുന്നു. അവരുടെ മതം അവർക്ക് രക്ഷ പ്രദാനം ചെയ്തിരുന്നില്ല. അവരുടെ താല്പര്യത്തെ പൂർത്തീകരിക്കുവാൻ കർത്താവായി യേശുവിന് കഴിയുമെന്ന് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തുന്നു. സ്വർഗത്തിൻ്റെ മഹിമയിൽ നിന്ന് അവൻ കടന്നു വന്നു. നമുക്ക് ഊഹിക്കാവുന്ന ആരംഭത്തിനു മുൻപ് അവൻ ഉണ്ടായിരുന്നു. വചനം ജഡമായി തീർന്നു. ഇവിടെ ജനങ്ങളുടെ ഇടയിൽ അവൻ നടന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ പരസ്യ ശുശ്രൂഷ അവൻ ദേവാലയത്തിൽ ചെന്ന് അതിനെ ശുദ്ധീകരിക്കുകയായിരുന്നു എന്നത്ര യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. ദൈവം വിശുദ്ധനാണെന്ന കാര്യം അത്ര യോഹന്നാൻ അവരോട് പറയുന്നത്. നീ ദൈവത്തെ ആരാധിക്കുവാൻ പോകുന്നു എങ്കിൽ, അതേ സുഹൃത്തെ, ശുദ്ധിയുള്ള ഒരു വ്യക്തിയായിരിക്കേണ്ടതാണ്. ദേവാലയം ശുദ്ധമായിരിക്കണം. അശുദ്ധിയുമായി യാതൊരു കൂട്ടുകെട്ടും പാടില്ല. ഒരു രാത്രി ഒരു ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുക്കൽ വന്നു. ആ സംഭവത്തെക്കുറിച്ച് യോഹന്നാൻ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളത് ശ്രദ്ധേയമാണ്. വളരെ മതഭക്തനും സകല ആധ്യാത്മിക കാര്യങ്ങളും അതിൻ്റെ മുൻഗണനയിൽ തന്നെ പാലിച്ചിരുന്നതുമായ ഒരു മനുഷ്യൻ. ആ മനുഷ്യനോട് ആ രാത്രിയിൽ യേശു പറഞ്ഞത്, നീ വീണ്ടും ജനിക്കണം എന്നാണ്. പഴയ മതഭക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയും ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയും ചെയ്യേണ്ടത് അവൻ ആവശ്യമായിരുന്നു. അതെ, പഴയ വസ്ത്രം തുന്നിച്ചേർക്കുവാനല്ല, പുതിയ നീതിയുടെ അങ്കി നൽകുവാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന് യേശു പറഞ്ഞു. നീതിയുടെ അങ്കി ധരിക്കുന്നവർക്ക് മാത്രമേ വിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കുവാൻ കഴിയുകയുള്ളൂ. അക്കാലത്ത് ആ പ്രദേശത്തിന് ആവശ്യമായിരുന്നത് അതായിരുന്നു. സ്ത്രീകൾക്കന്ന് ഈ പൂർവ്വ ദേശങ്ങളിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നില്ല. യേശു സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി വന്നതുകൊണ്ട് അവൻ സ്ത്രീത്വത്തെ മാനിച്ചു. അവൻ ഒരു കല്യാണ വീട്ടിൽ പോകുന്നതായി നാം വായിക്കുന്നു. അവൻ അവിടെ കല്യാണത്തിൽ സംബന്ധിക്കുകയും അതിനെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അവൻ ഒരു കിണറിൻ്റെ അരികെ ചെന്നിരിക്കുകയും സ്വഭാവശുദ്ധിയില്ലാത്ത ഒരു സ്ത്രീയുമായി സംസാരിക്കുകയും ചെയ്തു. അവൾക്കും വേണ്ടി കൂടിയാണ് അവൻ പിന്നീട് മരിച്ചത്. ഒരു പുരുഷന്റെ ആത്മാവിനെ പോലെ തന്നെ സ്ത്രീയുടെയും ആത്മാവ് അവന് വിലപ്പെട്ടതായിരുന്നു. മതഭക്തി പറയുന്ന സമൂഹമാണ് ഈ വേർതിരിവ് കാണിച്ചിരുന്നത് എന്ന് മറക്കരുത്. ക്രിസ്തു പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തോട് ചേർന്ന് അവൻ അവർക്ക് ആഹാരം നൽകി. എന്നാൽ അവൻ വാസ്തവത്തിൽ അവരുടെ രാജാവാകുവാൻ ആഗ്രഹിച്ചില്ല. അവർ തന്നെ അവരുടെ ആഹാരാവശ്യങ്ങൾ നിറവേറ്റുന്ന രാജാവാക്കി തീർക്കാതിരിക്കുന്നതിന് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതായി നാം കാണുന്നു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിത്യാദി 7 പ്രസ്താവനകൾ ഈ സുവിശേഷത്തിൽ കർത്താവായി യേശു പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ പറയുന്നത് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങൾ, വളരെ പ്രസക്തമായ 2 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങൾ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് അനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. മറ്റെന്തിനേക്കാളും അധികം ജനങ്ങൾക്ക് ആവശ്യമായിരുന്നത് ജീവനായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്നും ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത് മതമല്ല, അതേ വിദ്യാഭ്യാസമല്ല, പണമല്ല, സുഖസൗകര്യങ്ങളല്ല, ജീവനാണ്.
യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പഠനം ആരംഭിക്കുന്നതിന് മുൻപ് ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ 3 സുവിശേഷങ്ങൾ വളരെയേറെ സാമ്യമുള്ളവയാണ്. ഏകദേശ ഐക്യരൂപത്തിലും കാഴ്ചപ്പാടിലുമാണ് അവ എഴുതപ്പെട്ടത്. എന്നാൽ 4-ാമത്തെ സുവിശേഷം അതിൽ നിന്നും വളരെ വളരെ വിഭിന്നമാണ്. ഒന്ന് മത്തായിയുടെ സുവിശേഷവും മർക്കോസിൻ്റെ സുവിശേഷവും യേശുവിൻ്റെ അതിശയ പ്രവർത്തികൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഉപമകൾക്കാണ് കൂടുതൽ പ്രാധാന്യം. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലാകട്ടെ ഇവ രണ്ടിനും പ്രാധാന്യം നൽകിയിട്ടില്ല. രണ്ടാമതായി, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അതിശയ പ്രവർത്തികൾ അടയാളങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവ പ്രത്യേകമായ ശ്രേഷ്ഠ സത്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവയുമാണ്. ഉദാഹരണമായി 5000 പേരെ 5 അപ്പം കൊണ്ട് പോഷിപ്പിക്കുന്ന അത്ഭുത പ്രവൃത്തിയെ തുടർന്ന് ജീവന്റെ അപ്പത്തെ സംബന്ധിച്ച് ഉപദേശം നാം കാണുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 11 പ്രത്യേക അടയാളങ്ങളുണ്ട്. മൂന്നാമതായി, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉപമകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. മുൻപോട്ട് പഠിക്കുമ്പോൾ ഞാനത് വിശദീകരിക്കാം. യോഹന്നാന്റെ സുവിശേഷം കാലാനുക്രമമായ സംഭവങ്ങളാണ് നൽകുന്നത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. യേശുക്രിസ്തുവിൻ്റെ 3 വർഷക്കാലത്തെ ശുശ്രൂഷയുടെ പടിപടിയായുള്ള വിവരണം ഇതിൽ നമുക്ക് കാണുവാൻ കഴിയും. ഉദാഹരണമായി 1-ാമത്തെ അധ്യായത്തിൽ അടുത്ത ദിവസം അഥവാ പിറ്റേന്നാൾ എന്ന് പറഞ്ഞിരിക്കുന്നു. സ്ഥലങ്ങൾക്കും പട്ടണങ്ങൾക്കും യോഹന്നാൻ പ്രത്യേക പ്രാധാന്യം നൽകി സൂചിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണമായി യോർദാൻ അക്കരെ ബഥാന്യയിൽ എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിലും ഗലീലയിലെ കാനാവിൽ എന്ന് 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഈ സുവിശേഷത്തിൽ പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുന്നു. എങ്കിലും ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് അവഗണിച്ച് കളഞ്ഞിട്ടില്ല. യേശുവിൻ്റെ ശമരിയിൽ കൂടിയുള്ള യാത്രയെക്കുറിച്ചും അവനൊരു കിണറിൻ്റെ അരികെ വന്നിരുന്നതിനെക്കുറിച്ചും അവൻ ക്ഷീണിതനായിരുന്നു എന്നുമൊക്കെ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന കാര്യം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ കൂടുതൽ മാനുഷികമായ വിശദീകരണം ചിന്തിക്കുവാൻ കഴിയുമോ? ഒരെണ്ണം ഞാൻ കാണുന്നുണ്ട്. അതെ, യേശു കണ്ണുനീർ വാർത്തു എന്ന് പറഞ്ഞിരിക്കുന്നതും യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെയാണ്. ഈ സുവിശേഷത്തിൽ ആദ്യോടന്തം ക്രിസ്തു എന്ന പേര് ഉപയോഗിക്കാതെ യേശു എന്ന പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിന് പ്രാധാന്യം നൽകി എഴുതിയിരിക്കുന്ന ഈ സുവിശേഷത്തിൽ ക്രിസ്തു എന്ന പ്രയോഗം വിട്ടുകളഞ്ഞിരിക്കുന്നത് വിചിത്രമായി തോന്നാവുന്നത് അത്രയല്ലേ? എന്തുകൊണ്ടായിരിക്കും യേശു എന്ന് മാത്രം ഉപയോഗിച്ചിരിക്കുന്നത്? ദൈവം മനുഷ്യനായി അവതരിച്ചു വന്നതുകൊണ്ടാണ് അപ്രകാരം ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം മനുഷ്യനായി. ഈ സുവിശേഷത്തിൽ അതിശക്തമായൊരു നീക്കം, ഒരു ചലനം നാം കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിലാകുന്നു നാം അത് കാണുന്നത്. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുന്നു. ഈ മാറ്റമില്ലാത്ത വസ്തുതയുടെ ലളിതമായ പ്രസ്താവന ദൈവം മനുഷ്യനായി തീർന്നു എന്നുള്ളതത്രേ. യോഹന്നാന്റെ സുവിശേഷത്തിലെ താക്കോൽ വാക്ക് വിശ്വസിക്കുക എന്നുള്ളതാണ്. 98 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. യേശുവിന് ഈ സുവിശേഷത്തിൽ നൽകിയിരിക്കുന്ന പേരുകൾ ശ്രദ്ധേയമാണ്. വചനം എന്നുള്ള പ്രയോഗം ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ. മറ്റ് പേരുകൾ സൃഷ്ടാവ്, പിതാവിൽ നിന്നുള്ള ഏകജാതൻ, ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഞാനാകുന്നവൻ എന്നുള്ളതിൻ്റെ വെളിപ്പാട്. അതെ, ഈ സുവിശേഷത്തെ ചെറിയ ചെറിയ ഭാഗങ്ങളായി വിഭജിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. എന്നാൽ 3 പ്രധാന ഭാഗങ്ങളായി ഞാൻ ഇതിനെ വിഭജിച്ചാൽ ആദ്യത്തെ 12 അധ്യായങ്ങളെ വെളിച്ചമെന്നും 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളെ സ്നേഹമെന്നും 18 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളെ ജീവനെന്നും വിളിക്കാവുന്നതാണ്. വളരെയേറെ പ്രാർത്ഥനയോടെ നമുക്കിതിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. എന്താ? യേശുവിൻ്റെ ഒരു ഛായാചിത്രമാകുന്നു യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ അവൻ വരച്ചിരിക്കുന്നത്. വചനമായ യേശു, സൃഷ്ടാവായ യേശു, രക്ഷിതാവായ യേശു, പിതാവിൽ നിന്നുള്ള ഏകജാതൻ, അങ്ങനെ എന്തെല്ലാം വിവരണങ്ങൾ. ഓർക്കണം, യേശുവിനെക്കുറിച്ചുള്ള ഈ വിവരണമെല്ലാം എവിടെ നിന്നോ വായിച്ചുള്ള അറിവല്ല യോഹന്നാന്. ആരോ പറഞ്ഞു കേട്ടതുമല്ല. പിന്നെയോ അവൻ നേരിട്ട് കണ്ടതും കേട്ടതും തൊട്ടതും അറിഞ്ഞതുമായ മഹൽ സത്യങ്ങൾ. ഈ പഠനം നമുക്കൊരു വലിയ അനുഗ്രഹമാകും, സംശയമില്ല. പ്രാർത്ഥനയോടെ ഓരോ ക്ലാസ്സുകളിൽ പങ്കെടുത്താട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനം എത്ര വിലപ്പെട്ടതാണ്. അത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീയ അഭിവൃദ്ധിക്കായി
നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഞങ്ങൾ പഠിക്കുവാൻ ആരംഭിക്കുന്ന ഈ സുവിശേഷം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ രൂപാന്തരം കൊണ്ടുവരേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ നൽകുന്നു. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നാം വീണ്ടും കാണുന്നതുവരെ ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ.